ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആരാ നിന്റെ ഈ മീരാന്റി? നീ ഒന്ന് രണ്ട് പ്രാവശ്യം ഈ മീരയെ കുറിച്ച് പറഞ്ഞല്ലോ. എന്നോട് വളരെയേറെ ഇഷ്ടമുള്ളൊരു ആന്റിയാ ഈ മീരാന്റി. ഒരു വെൽവിഷറാ. സ്വന്തം അമ്മ സ്നേഹിക്കുന്നത് പോലെ അവരെന്നെ സ്നേഹിക്കുന്നത്. മീരാന്റിയും രാജനോട് സംസാരിച്ചേക്കും. നിന്റെ ഈ മീരാന്റിയെ നീ എനിക്കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരണം കേട്ടോ. ശരി അമ്മമ്മേ. ഒരു അമ്മ പ്രസവിക്കാതെ ഞാൻ ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ അമ്മ ഇപ്പോ എവിടെയായിരിക്കും അമ്മമ്മേ? സ്വന്തം മകള് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആ അമ്മ അന്വേഷിക്കാത്തതെന്താ? എന്റെ അച്ഛനോടും എന്നോടും അവര് പിണങ്ങിപ്പോവാൻ ഞങ്ങള് എന്ത് തെറ്റാ അമ്മയോട് ചെയ്ത്? അമ്മയെ കണ്ട ഓർമ്മ പോലും ഇല്ല അമ്മ എനിക്ക്. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ അമ്മ എന്നെ തിരക്കി വരുമായിരുന്നു. എന്റെ അമ്മ മരിച്ചുപോയി കാണും അല്ലേ അമ്മ? അങ്ങനെ പറയല്ലേ മോളെ. ഞാൻ പ്രസവിച്ച എന്റെ മോളല്ലേ നിന്റെ അമ്മ. അമ്മ മക്കളെ ശാസിക്കാറില്ലേ? അതുപോലെ ഞാനും അവളെ ശാസിച്ചിട്ടുണ്ട്. അതിന് അവൾ ഇത്ര വലിയ ശിക്ഷ തരുമെന്ന് ഞാൻ കരുതിയില്ല. ശിക്ഷിച്ചത് എന്നെയല്ല അമ്മേ. ഏതൊരു മകളും ആഗ്രഹിക്കുന്നതല്ലേ അമ്മമ്മേ? ഒരു അമ്മയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ. തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് അച്ഛൻ പോയി. ആരും സ്നേഹിക്കാനില്ലാതെ ഞാൻ വളർന്ന്. അതും അമ്മയുടെ ശകാരവും കേട്ട് എല്ലാരും എന്നെ അവഗണിച്ചപ്പോഴാ രാജു എനിക്ക് എന്റെ ബോഡി ഗാർഡായിട്ട് വന്നത്. ഞാനെല്ലാം മറന്നു. രാജു എനിക്ക് സ്നേഹം തന്നു. രാജുനെ ഞാൻ സ്നേഹിച്ചു. ഇതൊക്കെയാണെങ്കിലും എന്നെ പ്രസവിച്ച് എന്റെ അമ്മയുടെ സ്നേഹം കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അമ്മമ്മ. മോളെ, മോളുടെ അമ്മ വരും. എന്റെ ദൈവം അവളെ നിന്റെ മുന്നിൽ കൊണ്ടെത്തിക്കും. നീ പ്രാർത്ഥിക്കും. അവള് തിരികെ വരാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാ എന്റെ ഈ ജീവിതം. അകലെ